السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله الفائزين بإذن الله أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإنك لعلى خلق عظيم. صدق الله العلي العظيم. പ്രിയങ്കരായ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഉനൈസ SIC സെൻട്രൽ കമ്മിറ്റി സംഘടിപ്പിച്ച മീലാദ് ക്യാമ്പയിൻ്റെ ഭാഗമായി മുത്തുനബിയോടൊപ്പം 10 ദിവസം എന്ന മഹത്തായ ഒരു ആശയത്തിൻ്റെ 3-ാം ദിവസമായ ഇന്ന് ത്വാഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവ ഗുണങ്ങളെ സംബന്ധിച്ച് ആണ് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഏവർക്കും അറിയുന്ന പോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം തന്നെ ഈ ഭൂമി ലോകത്തിന് റഹ്മത്തും അനുഗ്രഹവുമായിട്ടാണെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറഞ്ഞ പ്രവാചകന്റെ ജനനം മുതൽ ജീവിതത്തിൻ്റെ ഓരോ നിഖില മേഖലകളിലും ഈ ഉമ്മത്തിന് മാതൃക കാണിച്ചുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. പ്രവാചകന്റെ സ്വഭാവത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയാണെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെറുപ്പം മുതൽ തന്നെ അൽ അമീൻ അസ്സാദിഖ് എന്ന ഒമരപ്പേരിലായിരുന്നു മക്ക ഖുറൈശികൾക്കിടയിൽ അറിയപ്പെട്ടിരുന്നത്. ആ കാലഘട്ടം മുതൽ തന്നെ പ്രവാചകന് നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് തന്നെ മക്ക ജനങ്ങൾക്കിടയിൽ റസൂലിൻ്റെ അംഗീകാരവും വളരെ കൂടുതലായിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ പല ചരിത്ര സംഭവങ്ങളിലൂടെ കണ്ടെത്താൻ സാധിക്കും. ഞാൻ ഓർത്തു പോവുകയാണ്, നുബുവത്തിൻ്റെ മുമ്പ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെറുതായിരിക്കുന്ന സമയത്ത് തന്നെ മക്ക മുശ്രിക്കുകൾക്കിടയിൽ നടന്ന ഒരു പ്രതിവാദ്യ വിഷയമായിരുന്നല്ലോ മസ്ജിദുൽ ഹറാമിൽ ഹജർ അസ്വദിന്റെ യഥാസ്ഥാനത്ത് സ്ഥാപിക്കുക എന്നുള്ള ഒരു ചർച്ച. അഥവാ പരസ്പരം തർക്കത്തിലാവുകയും അവർ ഏകോപിച്ചുകൊണ്ടൊരു തീരുമാനത്തിലെത്തുകയും ആദ്യമായിക്കൊണ്ട് ഈ തീരുമാനത്തിന് ശേഷം ആദ്യമായിക്കൊണ്ട് മസ്ജിദുൽ ഹറാമിലേക്ക് കയറി വരുന്നവരാരാണോ അവരുടെ തീരുമാനത്തെ എല്ലാവരും അംഗീകരിക്കുക എന്നുള്ള തീരുമാനത്തിലെത്തുകയും ചെയ്തു. അങ്ങനെ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ആ പുണ്യകർമ്മത്തിന് നേതൃത്വം കൊടുക്കാൻ അതിനുള്ള അവസരം ലഭിച്ച ത്വാഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കായിരുന്നു. വളരെ ചെറിയതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ചെറുപ്പമാണ്. അക്കാലഘട്ടത്തിൽ മക്കയിലുണ്ടായിരുന്ന ഗോത്രക്കാരുടെക്കിടയിലെ പല മഹാന്മാരും തലമുതിർന്ന നേതാക്കളുമെല്ലാം തർക്കത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിലേക്ക് എത്തിയുമായി പറഞ്ഞ ത്വാഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദുൽ ഹറാമിലേക്ക് കയറി വരികയും, അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ജാഹിലിയ കാലഘട്ടത്തിൽ മക്കയിലെ ഗോത്ര തലവന്മാർക്കിടയിൽ നടന്ന തർക്കത്തിന് പരിഹാരം കാണാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ത്വാഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിയുക്തമാക്കിയതും ആ പ്രവാചകന്റെ തീരുമാനത്തെ അവരെല്ലാവരും ഒന്നടങ്കം ഐക്യകണ്ഠേന ഏറ്റെടുത്തതുമൊക്കെ പ്രവാചകന്റെ ചെറുപ്പം മുതലേയുള്ള ആ സത്യസന്ധതയുടെ മകുടോദാഹരണമാണ് എന്നതാണ്. പ്രവാചകന്റെ ജീവിതത്തെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ, സ്വഭാവത്തെ എടുത്ത് നോക്കുമ്പോൾ മനുഷ്യ സ്വാഭാവിക സ്വഭാവങ്ങളിൽപ്പെട്ട ഏത് സ്വഭാവത്തെ എടുത്ത് നോക്കുകയാണെങ്കിലും നമുക്ക് കണ്ടെത്താൻ സാധിക്കും പ്രവാചകൻ ഒട്ടനവധി മാതൃക കാണിച്ചു വെച്ചുകൊണ്ടാണ് ജീവിതം മുന്നോട്ട് പോയിട്ടുള്ളത്, ജീവിതം കാഴ്ചവെച്ചത് എന്ന്. ഹദീസിലൂടെയും ചരിത്ര സത്യങ്ങളിലൂടെയും നമുക്ക് കണ്ടെത്താൻ സാധിക്കും പ്രവാചകന്റെ വിനയത്തിനും ക്ഷമക്കും കരുണയ്ക്കും കാരുണ്യത്തിനുമൊക്കെ ഒട്ടനവധി ചരിത്ര സംഭവങ്ങൾ. ഞാൻ ഓർത്തു പോവുകയാണ്,
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ സ്ഥിരമായിക്കൊണ്ട് പള്ളി വൃത്തിയാക്കാൻ വരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, ഒരു കറുത്ത സ്ത്രീ. ഹദീസിൽ തന്നെ സൂചിപ്പിക്കുന്ന പോലെ ഇംറഅത്തുൻ സൗദ എന്നാണ്. ആ കറുത്ത സ്ഥിരമായി പള്ളി വൃത്തിയാക്കാൻ വരുന്ന ആ സ്ത്രീയെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു ദിവസം കാണാതാവുകയും അങ്ങനെ സുബഹിൻ്റെ സമയത്ത് കണ്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ളുഹറിൻ്റെ സമയമായി, അപ്പോഴും കണ്ടില്ല. അങ്ങനെ വന്ന സാഹചര്യത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് ചോദിക്കുകയുണ്ടായി, അയ്യോ സഹാബ, എവിടെയാണ് സാധാരണ പള്ളി വൃത്തിയാക്കുന്ന ആ സഹോദരി എവിടെ എന്ന് ചോദിച്ചപ്പോൾ സഹാബത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞത്, റസൂലെ, ആ സ്ത്രീ ഇന്ന് രാവിലെ മരണപ്പെട്ടിരിക്കുന്നു എന്ന്. അപ്പോൾ റസൂൽ ചോദിച്ചു, എന്തുകൊണ്ട് സഹാബ എന്നെ ആ വിവരം അറിയിച്ചില്ല? റസൂൽ ദുഃഖത്തോട് കൂടി ചോദിക്കുകയുണ്ടായി. അപ്പോൾ റസൂലിനോട് സഹാബത്ത് മറുപടി പറഞ്ഞത്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, അങ്ങ് ഉറങ്ങുന്ന സമയമാണ്, അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ അറിയിക്കാതിരുന്നതാണ്. ഞങ്ങൾ ആ സ്ത്രീയെ കുളിപ്പിക്കുകയും കഫൻ ചെയ്യുകയും മറമാടുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിനോട് പറയുകയുണ്ടായി, ദല്ലൂനി അലാ ഖബരിഹ, നിങ്ങൾ എനിക്ക് ആ സഹോദരിയുടെ ഖബറിനെ കാണിച്ചു തരൂ എന്ന് പറഞ്ഞ് അങ്ങനെ സഹാബത്ത് റസൂലിനെ ഖബറിനെ കാണിച്ചു കൊടുക്കുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹോദരിയുടെ ഖബറിൻ്റെ അടുത്ത് പോയി നിസ്കരിക്കുകയും സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ സാധിക്കും, ഹദീസിലൂടെ കണ്ടെത്താൻ സാധിക്കും. വളരെ പള്ളി വൃത്തിയാക്കുന്ന, അങ്ങനെ ജീവിക്കുന്ന വളരെ പാവപ്പെട്ട ഒരു സ്ത്രീയെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങേയറ്റം ബഹുമാനിക്കുകയും ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്തു എന്നതും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവരെയും ഒരേപോലെ കണ്ണുകൾ കൊണ്ട് സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാറുണ്ട് എന്നതും ഒക്കെ നമുക്ക് ഇതുപോലെയുള്ള ഒട്ടനവധി ഹദീസുകളിലൂടെയും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതുപോലെ പ്രവാചകന്റെ ക്ഷമയെക്കുറിച്ചൊക്കെ നാം ചർച്ച ചെയ്യുകയാണെങ്കിൽ, ഒരു മനുഷ്യ സ്വഭാവത്തിൻ്റെ അതിപ്രധാനപ്പെട്ട ഒരു സംഭവമാണല്ലോ ക്ഷമ, സബർ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന ഒരുപാട് ക്രൂരമായ പീഡനങ്ങൾക്കും അവഹേളനങ്ങൾക്കുമൊക്കെ മറുപടിയായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ക്ഷമ കൊണ്ടാണ് മറുപടി നൽകിയതെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. പരിശുദ്ധ ഖുർആനിലൂടെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നമുക്കറിയാം. അല്ലാഹു പറയുന്നു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ പ്രവാചകനിൽ നിങ്ങൾക്ക് വലിയതായ നല്ലതായ മാതൃകയുണ്ട്. പ്രവാചകനിലൂടെ നാം നേടിയെടുക്കേണ്ട പകർത്തിയെടുക്കേണ്ട ഒരുപാട് നല്ല നല്ല മാതൃകകളുണ്ട് എന്ന് നമുക്കറിയാം. സുജൂദിൽ കിടക്കുമ്പോൾ ചീഞ്ഞളിഞ്ഞ കുടൽമാല തൻ്റെ പെരടിയിലേക്ക് ഇട്ട് അതുമുതൽ ദഅവത്തിന് വേണ്ടി, പ്രബോധനത്തിന് വേണ്ടി തായിഫിലേക്ക് ചെന്ന് തായിഫിൽക്കാർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ക്രൂരമായിക്കൊണ്ട് കല്ലെറിഞ്ഞ് ആക്രമിച്ചപ്പോഴും അവിടെയെല്ലാം ക്ഷമാശീലനായിക്കൊണ്ട് ജിബ്രീലായിക്കൊണ്ട് റസൂൽ നിൽക്കുന്ന പ്രവാചകനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല, ജിബ്രീൽ അലൈഹിസ്സലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞ സംഭവം നമുക്ക് അവർക്കും അറിയുന്നതാണല്ലോ. അള്ളാഹു വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ടിരിക്കുന്ന ക്രൂരമായ പീഡനത്തിനിരയായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ മലക്കുൽ മുഖറബ് ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറഞ്ഞയച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പറയുകയുണ്ടായി, അള്ളാഹുവിൻ്റെ ദൂതരെ, അങ്ങക്ക് അനുവാദമുണ്ടെങ്കിൽ ഈ മലകൾക്കിടയിലിട്ടുകൊണ്ട് ഞാൻ ഈ തായിഫുകാരെ നശിപ്പിക്കാൻ അള്ളാഹുവിൻ്റെ സമ്മതമുണ്ട്, തങ്ങൾക്ക് സമ്മതമാണെങ്കിൽ എന്ന് ചോദിച്ചെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞ മറുപടി ക്ഷമയുടെയും സഹനത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഒക്കെ മകുടോദാഹരണമാണെന്ന് കണ്ടെത്താൻ സാധിക്കും. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, വേണ്ട, ഈ കൂട്ടരിൽ നിന്ന് തായിഫുകാരുടെ കൂട്ടത്തിൽ നിന്ന് ഏതെങ്കിലും ഒരാളെങ്കിലും മുസ്ലിം ആവുകയാണെങ്കിൽ അതാണ് എനിക്ക് ഖൈറ്, അതുകൊണ്ട് നിങ്ങൾ അവരെ ഒന്നും ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ച ദയയുടെയും കാരുണ്യത്തിൻ്റെയും ഒക്കെ ഉദാത്ത മാതൃക നമുക്ക് മുമ്പിലുണ്ട്. ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഹ്മത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ പ്രവാചകനായിട്ടാണല്ലോ ഈ ഭൂമി ലോകത്തേക്ക് തന്നെ കടന്നു വന്നത്.
അള്ളാഹു തന്നെ പറയുന്നു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ലിൽ ആലമീൻ, ഈ ലോകത്തിന് തന്നെ റഹ്മത്തായിട്ടല്ലാതെ താങ്കളെ ഞാൻ അയച്ചിട്ടില്ല എന്ന് അള്ളാഹു പറയുമ്പോൾ പ്രവാചക ചരിത്രത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് മനുഷ്യ സമൂഹത്തിന് മാത്രമല്ല, മനുഷ്യ മൃഗാദികൾക്കും സസ്യലതാദികൾ വരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പരാതി ബോധിപ്പിക്കുകയും ആ പരാതിക്ക് പരിഹാരം നൽകുകയും കാണിച്ചു കൊടുക്കുകയും ചെയ്ത ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. റസൂലിൻ്റെ റഹ്മത്തിനും ക്ഷമക്കുമൊക്കെ വ്യക്തമായ തെളിവാണല്ലോ റസൂലിനെയും സഹാബത്തിനെയും സ്വന്തം സ്വത്തും സമ്പത്തും കുടുംബത്തിനെയും എല്ലാം തന്നെ ത്യജിച്ച് ഹിജ്റ വരെ പോകേണ്ടി വന്ന മക്ക മുസ്ലിങ്ങൾക്കിടയിൽ, മുഹാജിറുകൾക്കിടയിൽ അത്രമാത്രം ക്രൂരതകൾ കാട്ടിയിട്ടും അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ മക്കം ഫത്ഹ് എന്ന ഇസ്ലാമിക വിജയത്തിന് ശേഷം ആ സമയത്ത് മക്കയിലുണ്ടായിരുന്ന കുഫാറുകളോട്, ഇക്രിമത്ത് പോലെയുള്ള ക്രൂരന്മാരായ മക്ക മുശ്രിക്കുകളോട് പോലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരുണയോടുകൂടി ദയയോടുകൂടി അവിടെ നിന്ന് പെരുമാറുകയും അവർക്ക് മാപ്പ് നൽകുകയും ചെയ്ത സംഭവം മക്കം ഫതഹിൻ്റെ അന്ന് അത്രമാത്രം ക്രൂരതകൾ കാട്ടിയ മക്ക മുശ്രിക്കുകളോട് പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു തുള്ളി രക്തം പോലും ഒഴിക്കാതെ അവിടെ മക്കം വിജയം വരിച്ചതും അവർക്ക് ദയ നൽകിയതും മാപ്പ് നൽകിയതുമൊക്കെ നമ്മുടെ മുമ്പിലെ വ്യക്തമായ തെളിവുകളാണ്, ഉദാത്തമായ തെളിവുകളാണ്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഭൂമി ലോകത്ത് ജീവിച്ച് കാണിച്ചു തന്ന ഓരോ നിമിഷങ്ങളും ഓരോ സെക്കൻഡുകളും നമുക്ക് പാഠം ഉൾക്കൊള്ളാവുന്നതാണ്. ചുരുക്കത്തിൽ ഒരു മനുഷ്യൻ, ഒരു വ്യക്തി അവൻ്റെ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന നിഖില മേഖലകളിലും എങ്ങനെ ജീവിക്കണമെന്നും എങ്ങനെ പ്രവർത്തിക്കണമെന്നും അള്ളാഹു അവൻ്റെ അന്ത്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ നമുക്ക് കാണിച്ചു തരികയുണ്ടായി. അള്ളാഹു തന്നെ പറയുന്നു, ത്വാഹാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ചും മറ്റും സ്വഭാവത്തെക്കുറിച്ച് പറയുന്നത് ഞാൻ നേരത്തെ ഓതിവെച്ച ആ ആയത്തിലേക്കാണ് ഞാൻ കടന്നു വരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ത്വാഹാ റസൂലിനെ പറ്റി പറയുന്നു, വ ഇന്നക ലഅലാ ഖുൽഖിൻ അളീം, അള്ളാഹുവിൻ്റെ പ്രവാചകരെ അങ്ങ് മഹത്തമായ സ്വഭാവത്തിൻ്റെ ഉടമയാണ്. വ ഇന്നക ലഅലാ ഖുൽഖിൻ അളീം, അള്ളാഹുവിൻ്റെ പ്രവാചകരെ അങ്ങ് അളീമായ മഹത്തായ സ്വഭാവത്തിൻ്റെ ഉടമയാണ് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് അള്ളാഹു സൂചിപ്പിക്കുന്നു, നമ്മുടെ മുമ്പിലേക്ക് കാണിച്ചു തരുന്നു. അതുപോലെ തന്നെ മറ്റൊരു സംഭവം, പ്രവാചകൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒരു സംഭവമാണ്. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയോട് തൻ്റെ സഹോദരി പുത്രനായ അർവത്ത് ബിൻ സുബൈർ എന്ന് പറയുന്ന സഹാബി എന്നവർ ആയിഷ റളിയല്ലാഹുവിൻ്റെ സഹോദരി പുത്രനാണ്. അവർ വന്നുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുകയുണ്ടായി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എങ്ങനെയായിരുന്നു എന്ന്. അപ്പോൾ അതിന് മറുപടി ആയിക്കൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ തൻ്റെ സഹോദരി പുത്രനോട് പറഞ്ഞത് അലസ്ത തഖ്റഉൽ ഖുർആന എന്നാണ്. അലസ്ത തഖ്റഉൽ ഖുർആൻ, നീ ഖുർആൻ പാരായണം ചെയ്യാറില്ലേ എന്ന ചോദ്യമാണ് ചോദിച്ചത്. അവർ പറഞ്ഞു, അതാ ഉർവത്ത് ബിൻ സുബൈർ എന്നവർ പറഞ്ഞു, ബല, അതെ, ഞാൻ ഖുർആൻ ഓതാറുണ്ട് എന്ന്. അപ്പോൾ ഹദീസിൽ കാണാൻ സാധിക്കും, അപ്പോൾ ഖാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹ മറുപടി പറഞ്ഞത് കാന ഖുൽഖുഹു അൽ ഖുർആൻ എന്നാണ്. എന്ന് വെച്ചാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവമായിരുന്നു അൽ ഖുർആൻ എന്ന്. നാം വളരെ പവിത്രമായി കാണുന്ന പരിശുദ്ധ ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇറക്കപ്പെട്ട് അന്ത്യനാൾ വരെ യാതൊരു
ഭാവഭേദ വ്യത്യാസം കൂടാതെ സംരക്ഷിക്കപ്പെട്ടു പോരുന്ന പരിശുദ്ധ ഖുർആൻ, ആ ഖുർആനിൽ എന്താണോ കൽപ്പിച്ചത്, അള്ളാഹു സുബ്ഹാനഹു വ തആല അന്ത്യപ്രവാചകനോട് എന്താണോ കൽപ്പിച്ചത് അതേപടി സ്വീകരിച്ചുകൊണ്ട് അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവരായിരുന്നു ത്വാഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ സ്വഭാവത്തെ പറ്റി പറഞ്ഞത് സ്വഭാവന്റെ ഖുർആനായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം എന്ന്. ചുരുക്കത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ജീവിതത്തിൻ്റെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും കടന്നു വന്നുകൊണ്ട് മാതൃക കാണിച്ചതാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഫാത്തിമ ഖിത്അത്തും മിൻ ഖൽബി, ഫാത്തിമ എൻ്റെ കരളിൻ്റെ കഷ്ണമാണ്, ആ ഫാത്തിമ കട്ടാലും ആ ഫാത്തിമയുടെ കൈ ഞാൻ വെട്ടുമെന്ന് പ്രഖ്യാപിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു പിതാവിൻ്റെ ദൃഢമായ തീരുമാനത്തെയാണ് നമ്മുടെ മുമ്പിൽ കാണിച്ചു വെക്കുന്നത്. അതുപോലെ തന്നെ മുഅത്തുൽ മുഅ്മിനീങ്ങൾ ഒന്നടക്കം പറഞ്ഞ് തങ്ങൾക്ക് ആർക്കും യാതൊരു പരാതിയും പരിവട്ടവും ഇല്ല, ത്വാഹ റസൂലിൻ്റെ ജീവിതം ഞങ്ങൾക്ക് അത്രമാത്രം സന്തുഷ്ടമായിരുന്നെന്ന് പറഞ്ഞ ആ സംഭവങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും ത്വാഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഉത്തമമായ മാതൃകയായ ഒരു ഭർത്താവായിരുന്നു എന്ന്. എങ്ങനെയായിരിക്കണം ഒരു ഭർത്താവ് എന്ന്, എങ്ങനെയായിരിക്കണം ഒരു പിതാവെന്ന്, എങ്ങനെയായിരിക്കണം ഒരു മുതഅല്ലിം എന്ന്, എങ്ങനെയായിരിക്കണം ഒരു ഉസ്താദ് എന്ന് ഹദീസ് നാം പ്രവാചകന്റെ ജീവിതത്തിലൂടെ കാണിച്ചു തരാൻ നമുക്ക് സാധിക്കും. മദീന പള്ളിയുടെ ചെരുവിൽ സഹാബത്തിന് ദീനീ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഖുർആന് പഠിപ്പിക്കുന്ന ഒരു ത്വാഹ റസൂലിനെ കാണുമ്പോൾ ഒരു ഉസ്താദ് എങ്ങനെയായിരിക്കണം എന്നുള്ളത് വ്യക്തമായി നമുക്കതിൽ കണ്ടെത്താൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കറിയാം ബദർ യുദ്ധവേളയിൽ യുദ്ധസന്നാഹ സജ്ജീകരണത്തിനിടയിൽ ത്വാഹ റസൂലിൻ്റെ മുമ്പിൽ വന്നുകൊണ്ട് ഒരു അനുയായി തൻ്റെ സഹാബി വന്ന് റസൂലിനോട് പറയുകയുണ്ടായി, റസൂലെ എനിക്ക് അങ്ങയോട് പ്രതികാരം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ തൻ്റെ മാറിടം വ്യക്തമാക്കി തുറന്ന് കാണിച്ചു കൊടുത്ത് പ്രതികാരം ചെയ്യൂ എന്ന് കാണിച്ചു കൊടുത്ത ത്വാഹ റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യഥാർത്ഥമായി ഒരു നേതാവ് എങ്ങനെയായിരിക്കണം, ഒരു നേതൃത്വം എങ്ങനെയായിരിക്കണം എന്ന് കാണിക്കുന്നതിന് ഉദാഹരണമായി കാണിച്ചു തന്നു. ഇതുപോലെ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് നമ്മുടെ മുമ്പിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട്. ഒരു വ്യക്തിക്ക് ജീവിക്കാൻ ഏത് മേഖലയിൽ ജീവിക്കണമോ, തൻ്റെ ജീവിതത്തിൻ്റെ ഏത് നിഖില മേഖലകളിലും നിഖില നിമിഷങ്ങളിലും ത്വാഹ റസൂലിനെ തിരഞ്ഞാൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതിനുള്ള മാതൃകയായ റസൂലിനെ കണ്ടെത്താൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത് നാം ഈ പുണ്യമാക്കപ്പെട്ട ദിനങ്ങൾ ദീർഘിപ്പിക്കുന്നില്ല. പുണ്യമാക്കപ്പെട്ട ദിനങ്ങളിൽ പവിത്രമായ റബീഉൽ അവ്വലിൻ്റെ ദിനരാത്രങ്ങളിൽ ത്വാഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റുക, റസൂലിനെ സ്നേഹിക്കുക, റസൂലിൻ്റെ മേൽ സലാത്തുകൾ വർദ്ധിപ്പിക്കുക, റസൂലിൻ്റെ ജീവിത രീതി നാം മുറുകെ പിടിച്ച് പിൻപറ്റുക. നമുക്ക് നമ്മുടെ വ്യക്തമായൊരു ലക്ഷ്യമുണ്ട്. ജീവിതത്തിനൊരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിനൊരു വ്യക്തമായ ലക്ഷ്യമുണ്ട്. നമ്മുടെ നാഥനായ റബ്ബിൻ്റെ പ്രീതിയും തൃപ്തിയും കരസ്ഥമാക്കുക. അതുവഴി നമ്മുടെ ഓരോരുത്തരുടെയും സ്വപ്നമാകുന്ന ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂടുക. ഇതൊക്കെയാകുന്ന നമ്മുടെ പുണ്യമാക്കപ്പെട്ട ലക്ഷ്യം, ഒരു മുസൽമാൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യം കരസ്ഥമാക്കാൻ നാം ആദ്യമായി കൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബിനെ സ്നേഹിക്കുക, ഹബീബിനെ പിൻപറ്റുക, ഹബീബിൻ്റെ പാത പിന്തുടരുക. അള്ളാഹു തന്നെ സുബ്ഹാനഹു വ തആല തന്നെ പറയുന്ന പരിശുദ്ധ ഖുർആനിൽ, റസൂലേ താങ്കൾ പറയുക, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. അള്ളാഹു പറയുന്നു, ഖുൽ നബിയെ താങ്കൾ പറയുക, സഹാബത്തിനോട് തങ്ങളുടെ ഉമ്മത്തിനോട് താങ്കൾ പറയുക, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ നിങ്ങളുടെ മുഖ്യ ലക്ഷ്യമാകുന്ന അള്ളാഹുവിൻ്റെ പ്രീതിയാണ് കരസ്ഥമാക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ തൃപ്തിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റുക, അഥവാ ത്വാഹ റസൂലിനെ പിൻപറ്റുക. യുഹ്ബിബുകുമുല്ലാഹ്, അങ്ങനെ നിങ്ങൾ എന്നെ പിൻപറ്റിയാൽ അള്ളാഹു നിങ്ങളെയും ഇഷ്ടപ്പെടും.
നിങ്ങളെ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. മാത്രമല്ല വയഗ്ഫിർ ലക്കും ദുനൂബക്കും, അള്ളാഹു നിങ്ങളുടെ ദോഷങ്ങളെ അള്ളാഹു പുറത്തു തരും. വല്ലാഹു ഗഫൂർ റഹീം, അള്ളാഹു പുറത്തു തരുന്നവനും റഹ്മത്ത് ചെയ്യുന്നവനുമാണ് എന്ന് വ്യക്തമായ ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. നാം നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ, നമ്മുടെ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്തിന് നാം വിധേയനാവണമെങ്കിൽ, ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂടണമെങ്കിൽ അത് നാം അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റുക. അതുവഴി അള്ളാഹുവിൻ്റെ പ്രീതി നാം കരസ്ഥമാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക്, ജന്നാത്തുൻ നഈമിലേക്ക് നാം എത്തിച്ചേരുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. നാളെ ത്വാഹ റസൂലിനോടുകൂടെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂടുവാനും, അതുപോലെ തന്നെ ത്വാഹ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരങ്ങളിൽ നിന്ന് ഹൗലുൽ കൗസർ വാങ്ങിക്കുടിച്ചുകൊണ്ട് ദാഹം തീർക്കുവാനും സംതൃപ്തി അടയാനും ഒക്കെയുള്ള മഹാഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ഏവർക്കും നൽകുമാറാവട്ടെ. ആമീൻ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.